കെ സി മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും ആദ്യം വി ഡി സതീശനായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം, കെ സി ആയില്ലെങ്കിൽ കേരളം വലിയ അപകടത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വി ഡി സതീശനെ പിന്തുണക്കുന്നത് ആരാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒന്ന്, വി ഡി സതീശനെ പിന്തുണക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ അടുത്തോട്ട് കർണാടകയിലെ ന്യൂനപക്ഷ മന്ത്രിയടക്കം സിദ്ധരാമയ്യ പലരെയും അയച്ചു എന്നും അവിടെ KMCCക്ക്, അതായത് ഇവരുടെ പ്രവാസി സംഘടനക്ക് വേണമെങ്കിൽ ഒരു MLC സ്ഥാനം കൊടുക്കാമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷം കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അതിന് ഒരു ഘടകകക്ഷിയുടെ അഭിപ്രായം എടുത്തുകൊണ്ട് ആ ഘടകകക്ഷിക്ക് പ്രാമുഖ്യം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് BJPക്കും സംഘപരിവാറിനും ഒക്കെ വലിയ വളക്കൂറുള്ള ഒരു കാര്യമായി മാറും അവർക്കൊരു വളർച്ചയ്ക്ക്. കാരണം വി ഡി സതീശനെ പിന്തുണക്കുന്നത് മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നൊരു കാര്യം വരും. രണ്ടാമത്തെ എന്താണ് സംഭവിക്കുക, വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ പിന്തുണ കോൺഗ്രസിനകത്ത് കുറവാണ്. അപ്പോൾ കുറവാകുമ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് കുറച്ചുകൂടി ദുർബലനായിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്താ, താങ്കളുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ആ സമയം KC വേണുഗോപാലാകുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. കാരണം കോൺഗ്രസിനകത്ത് സർവ്വശക്തനാണ്, സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ആവശ്യമില്ല. ഇനി ലീഗിൻ്റെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇനി അവരെ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാലും ഇല്ലെങ്കിലും, ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് അത് വഴിയൊരുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സതീശനാണെന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ചാനലായിട്ടുള്ള മീഡിയ വണ്ണുമൊക്കെ നിന്ന് നിരന്തരമായി വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. KCയോട് ഈ വിജയം നിങ്ങൾ റാഞ്ചി എടുക്കരുത്, VS മൂവ്മെൻറ്റ്, VDSനൊരു VS മൂവ്മെൻറ്റ്, അതായത് പണ്ട് VSന് ഇവിടെ സീറ്റ് നിശ്ചയിച്ചപ്പോൾ ഉണ്ടായതുപോലെ ആളുകളൊക്കെ ഭയങ്കര റോട്ടിലിറങ്ങി വൻ പ്രക്ഷോഭം നടത്തും എന്നൊക്കെ പറഞ്ഞ് ഇവർ വീഡിയോ ഇട്ട് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇനി സീതാവീദും നിഷാദ് റാവുത്തറും അജിംസും ഒക്കെ കൂടി ഒരു പ്രകടനം നടത്തിയേക്കോ എന്നുള്ള പേടി പോലും എനിക്കുണ്ട്. മനസ്സിലായി, വെള്ളിവാട് കുന്നിൽ നിന്ന് നേരെ കോഴിക്കോട് ജംഗ്ഷൻ വരെ ഒരു പ്രകടനം നടത്തിയേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ സപ്പോർട്ട് വി ഡി സതീശനുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രജ്ഞരൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് ഖുറാനിലും അതുപോലെ തന്നെ നബിയും ഒക്കെ തന്നെ കണ്ടുപിടിച്ചിരുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരാൾ കോൺഗ്രസ് പിടിച്ച് മുഖ്യമന്ത്രിയാക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കോൺഗ്രസ്സിന് ഡാമേജ് ഉണ്ടാക്കുകയില്ലേ? കോൺഗ്രസ്സിന് വലിയ ഡാമേജ് ഉണ്ടാക്കും. കോൺഗ്രസ്സിന് ആളുകൾ പറയാൻ പോകുന്ന ഒരു നരേറ്റീവ് എന്താ, ഈ പറയുന്ന മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുടെ പ്രീണനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുന്നു.